ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ടാണ്. വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കൂടെ കൊടുത്തിരിക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും നല്ലത്. കട്ടിങ്ങിനെ പറ്റി ഡീറ്റെയിൽഡായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്കതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ലൈനിങ്ങും നല്ല ക്ലോത്തും തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. ഫസ്റ്റ് ഫ്രണ്ട് പോർഷനാണ് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് പോർഷന് 3 പീസായിട്ടാണ് ഉള്ളത്. ആ 3 പീസിലും ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കുക. മിഡിൽ പോർഷൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ സൈഡിൽ പോർഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 സൈഡിലും ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിനെ ജോയിൻ ചെയ്തെടുക്കാം. ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് മിഡിൽ പോർഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് സൈഡ് പാർട്ട് വെച്ചിട്ട്, അതായത് മിഡിൽ പോർഷൻ്റെ നല്ല സൈഡും സൈഡ് പാർട്ടിൻ്റെ നല്ല സൈഡും ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിയിൽ വെച്ച് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സൈഡ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ചെയ്തുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ മറ്റേ സൈഡും കൂടി ചെയ്തെടുക്കാം. രണ്ട് സൈഡും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ ജോയിനിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്ക് പോർഷനും കൂടെ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കാം. ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ പോർഷൻസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക. സ്ലീവിൽ കൂടെ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ക്ലോത്തിൻ്റെ മോശം സൈഡും ലൈനിങ്ങും ചേർന്ന രീതിയിൽ വെച്ചിട്ട് ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ എൻഡ് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് നെക്ക് ചെയ്തെടുക്കാം. നെക്കിന് വേണ്ടി കട്ട് ചെയ്തിരുന്ന ക്ലോത്ത് 1/4 ചെയ്ത് ഒന്ന് അരികെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും അറ്റാച്ച് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് പോർഷനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് മിഡിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. പോയിൻ്റ് അറിയാൻ വേണ്ടിയിട്ട് മിഡിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ അരികെ സ്റ്റിച്ച് വെച്ചിരുന്ന ക്ലോത്ത് അതിന് മിഡിലായിട്ട് വെക്കുക. വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ക്ലോത്തിൻ്റെ നല്ല സൈഡും നെക്കിൻ്റെ ക്ലോത്തിൻ്റെ നല്ല സൈഡും ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം എക്സ്ട്രാ പോർഷൻസ് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് ബാക്കിലേക്ക് മടക്കി ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ ബാക്ക് പോർഷനും ചെയ്തെടുക്കുക. ബാക്ക് പോർഷൻ ചെയ്യുമ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ടോപ്പ് സ്റ്റിച്ച് ഇപ്പോൾ ചെയ്യേണ്ടതില്ല. ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിൽ ആ മടക്കിയിരിക്കുന്ന പോർഷൻ ഹെം ചെയ്ത് എടുത്താൽ മതി. ബാക്ക് പോർഷനും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ചതിന് ശേഷം ബാക്ക് പോർഷനും നെക്കിൻ്റെ ക്ലോത്ത് ഫ്രണ്ട് പോർഷനിലേക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കാൻ നോക്കുക. ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം ബാക്ക് പോർഷൻ്റെ നെക്കിലൂടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക.
ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം ക്ലോത്തിനെ മടക്കിയിട്ടതിന് ശേഷം താഴെ നിന്ന് മുകളിലേക്കൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ചരിച്ച് വരയ്ക്കുക. ചരിച്ച് വരച്ച് കട്ട് ചെയ്ത് എടുക്കുക. കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലീവിനെ ഒന്ന് കുഴിച്ച് വരയ്ക്കാം. അതിനായിട്ട് സ്ലീവിൻ്റെ നല്ല സൈഡും ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിയിൽ ഇട്ടതിന് ശേഷം ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് കുഴിച്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്ലീവ് ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. സ്ലീവ് ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതേപോലെ തന്നെ മറ്റേ സൈഡും ചെയ്തെടുക്കുക. സ്ലീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ്സ് ജോയിൻ ചെയ്യാം. സൈഡ്സും 2 സൈഡും ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം അരിക് മടക്കി അടിക്കുക. ഇപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. See you in the next video.